അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടോ. കളി തുടങ്ങി ആകെ 5 മിനിറ്റേ കളി ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് ഒരു മൂവിന് 25 സെക്കൻഡ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് നീക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നീക്കാം. ഇതിൽ മെയിനായിട്ട് ജയവും തോൽവി തന്നെയാണ്. പക്ഷെ അതിനേക്കാളുപരി തോൽക്കാതിരിക്കുക എന്നതിനേക്കാളുപരി കൂടുതൽ പോയിന്റ് നേടുക എന്നുള്ളതാണ് ഈ 5 മിനിറ്റ് കളിൻ്റെ പ്രത്യേകത. 5 മിനിറ്റ് തികയുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ കിട്ടിയത് അയാൾ വിജയിക്കും. ഞാനിത് പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയണില്ല. ആകെ 5 മിനിറ്റ് കളിയുള്ളൂ. ആരാ ജയിക്കാൻ നോക്കും. അയാൾ കളിച്ചു. ഇപ്പോൾ നമുക്ക് 7 പോയിൻ്റ് ഉണ്ട് കേട്ടോ. 7 പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കളി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം വൈകിപ്പിക്കാം. അതായത് നമ്മുടെ ഈ 25 സെക്കൻഡ് തീരാൻ നേരത്തെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കളി വൈകിപ്പോവും. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിഫെൻഡായിട്ട് കളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. എങ്കിലെന്താവും, കളി മാക്സിമം പിന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് 7 പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഓപ്പണൻറ്റിന് 6 പോയിൻ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് മാക്സിമം പിടിച്ചു തന്നാൽ മതി. ഇപ്പോഴത്തെ ഇതിൽ പിന്നെ ചെറിയ തോതിലുള്ള ചതികളൊക്കെ നടക്കും കേട്ടോ. അതായത് ജയിക്കാൻ, കളി തീരാൻ ചിലപ്പോൾ സെക്കൻഡുകളൊക്കെ ബാക്കിയുണ്ടാകുന്ന സമയത്ത് ഇതേപോലെ എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റുകളുണ്ടാവും. ഇനി ഇയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സമനിലയിൽ പിടിക്കാം. കാരണം 13 സെക്കൻഡേ ഉള്ളൂ. ആ ലാസ്റ്റ് സെക്കൻഡിൽ എനിക്ക് നീക്കാൻ സമയം കിട്ടാതെ ഒറ്റ നീക്കിലങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ പിന്നെ കുതിര കൊണ്ട് എന്നെ വെട്ടും. കളി കഴിഞ്ഞ് കണ്ടില്ലേ,
അതായത് ആ ലാസ്റ്റ് സെക്കൻഡിൽ മൂപ്പര് ഓപ്പണൻ്റ് വെട്ടിക്കഴിഞ്ഞതാണ്. ഇതിൻ്റെ ഇടയിൽ പരസ്യം വന്നു കേട്ടോ, അത് ഭയങ്കര ഒരു അപ്പോൾ നമ്മളെ കളി തീരാൻ ചിലപ്പോൾ 1 സെക്കൻഡൊക്കെ ആയിരിക്കും ബാക്കി ഉണ്ടാകുക. ആ ഫാസ്റ്റായിട്ട് നമ്മളെ മൂവ്മെൻറ്റ് കൂടി നമ്മളതിൽ നോക്കണം. ആ ടൈം എപ്പോഴാണ് തീരുന്നത് ആ സമയത്ത് ആർക്കാണോ കൂടുതൽ പോയിൻ്റ് ഉണ്ടാവുക അവർ ജയിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് സെക്കൻഡിൽ പിന്നെ എൻ്റെ മന്ത്രി കൊണ്ട് ഇതെടുത്തതോട് രാജാവിൻ്റെ അടുത്തുള്ള ഈ പിന്നെ ആളെ എടുത്തതോടുകൂടി എനിക്ക് തന്നെ പോയിൻ്റ് കൂടുതൽ കിട്ടി, ഞാൻ ജയിച്ചു. ഓക്കെ.